ഒരു തേൽ കൊട്ടിയാൽ വേദന സഹിക്കാൻ പറ്റില്ല. അങ്ങനെ 40,000 തേലുകൾ ഒരുമിച്ച് കൊട്ടി വേദന എടുക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് ഒരിക്കലും കൃഷ്ണ രാമൻ വിളിക്കാൻ പറ്റത്തില്ല. നമ്മൾ വെപ്രാളം കൊണ്ടും ചില ആൾക്കാർക്ക് മരണ ഭയം കൊണ്ട് നമ്മുടെ കണ്ണിയുടെ ഫ്രണ്ട് യമദൂതന്മാർ നിൽക്കും. ഇതുവരെയ്ക്ക് ഈ ലോകത്ത് കാണാതെ ഒരു രൂപമാണ് യമദൂതന്മാർ. അവരുടെ രൂപം ഭയങ്കര കൊടൂരമായിട്ടുണ്ടാകും. ആ രൂപം കാണുമ്പോൾ ചില ആൾക്കാർക്ക് പേടി കാരണം മലമൂത്രമൊക്കെ ആ സമയം പുറത്തു പോകും. അത്രയും പേടിച്ചു പോകും. അപ്പൊ നമുക്ക് ഒരിക്കലും കൃഷ്ണരാമ അങ്ങനെ, കാരണം നമുക്ക് ശീലിച്ചിട്ടില്ല. നമ്മളെപ്പോഴും എന്റെ ഭർത്താവ്, ഭാര്യ, മക്കള്, എന്റെ കാറ്, വീട് ഇങ്ങനെ ചിന്തിച്ച് വളർന്നിട്ട് ഞാൻ മലയാളിയാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ ഇന്ത്യനാണ്, ഇത് എന്റെ വീടാണ്, എന്റെ കാർ, ഇങ്ങനെ ചിന്തിച്ച് ജീവിച്ചു പോയതുകൊണ്ട് പെട്ടെന്ന് ആ സമയത്ത് കൃഷ്ണനെ ഓർക്കാൻ പറ്റത്തില്ല. ആ സമയം ഇവരുടെ രൂപം കണ്ടിട്ട് നമുക്ക് പെയിന് കാരണം വേറെ ഒന്നും മനസ്സുള്ളം കണ്ടുകൊള്ളാതെ പെട്ടെന്ന് മറിച്ച് അത് ഈ പാസക്കയറും കയ്യിൽ വെച്ചിട്ടുണ്ട്. ആ കയറ് പോയിട്ട് വലിച്ച് ഇളുക്കുമ്പോഴത്തേക്ക് വല്ലാതെ പെയിൻ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് എന്റെ കയ്യിൽ മുടിയുണ്ട്, ഇതിന്റെ അകത്ത് മുറിവ് വന്നിട്ടുണ്ട്. ഈ മുറിവിലാണ് ഒരു ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ട്. ഈ ബാൻഡേജ് ഒരാഴ്ച കഴിഞ്ഞ് ഊറുമ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടാവും? ഭയങ്കര പെയിൻ ഉണ്ടാവും. ഊതി എടുക്കും. അതുപോലെ തന്നെ ഈ ശരീരത്തിൽ നിന്ന് നാ ഈ ശരീരമാണ്, നാ മലയാളിയാണ്, നാ ഹിന്ദുവാണ്, നാ ഇന്ത്യ, ഇങ്ങനെ ചിന്തിച്ച് ജീവിച്ച് 60 കൊല്ലം 70 കൊല്ലം ജീവിച്ചു പോകും. പെട്ടെന്ന് ഒരു ദിവസം യമദൂതൻ കരുണാനാസ്തിയാണ്. കരുണയെ ഇല്ലാത്ത ആൾക്കാരാണ് യമദൂതന്മാർ. അവർ പിടിച്ച് വലിച്ചെടുക്കുമ്പോൾ ഭയങ്കര പെയിൻ ഉണ്ടാകും. അപ്പൊ നമുക്ക് ഒരിക്കലും കൃഷ്ണ ഓർക്കാൻ പറ്റില്ല. ഇപ്പോഴേ നമ്മൾ കൃഷ്ണ 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 വിളിച്ച് ഭഗവത്ഗീത ഭാഗവതം വായിച്ചു പോകുമ്പോഴത്തേക്ക് സ്മൂത്ത് ആയിട്ട് മരണസമയത്ത് ഏതൊരു വേദന ഇല്ലാതെ, ഭക്തന്മാർക്കും അല്ലാത്ത ആൾക്കാർക്കും വ്യത്യാസമുണ്ട്. ഭക്തന്മാർ എങ്ങനെ, ഇപ്പോ ഒരു പൂച്ച എലി എങ്ങനെ പിടിക്കും? പുളി വാഗൊണ്ട് പിടിക്കും. അതേ പൂച്ച തന്നെ പൂച്ചയുടെ കുഞ്ഞിനെങ്ങനെ പിടിക്കും? വാഗൊണ്ട് തന്നെ പിടിക്കും. പക്ഷെ രണ്ടുപേരുടെ ഫീലിംഗ് എങ്ങനെയാണ്? എലി വിചാരിക്കും ഭഗവാനെ കടിച്ച് ഇന്ന ചെത്തിന് പറഞ്ഞ് പേടിച്ചാണ് കൊണ്ടുപോകണത്. പക്ഷെ പൂച്ചക്കുട്ടി വിചാരിക്കും എന്റെ അമ്മ എന്നെ സ്നേഹത്തോടെ കൊണ്ടുപോകണം. അതുപോലെ തന്നെ നമ്മളും ഭഗവാന്റെ ഭക്തന്മാരും അല്ലാതെ ആൾക്കാർ മരണം സംഭവിക്കും ഇങ്ങനെയാണ്. കൃഷ്ണനെ ദൈവവിശ്വാസം എല്ലാം എന്നാണ് ചില ആൾക്കാരുണ്ടല്ലോ, ദൈവവിശ്വാസം എല്ലാ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് നടന്ന് അവസാനം മരണ രൂപത്തിൽ കൃഷ്ണൻ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ ദിവസം നമ്മൾ മാത്രമല്ല, നമ്മുടെ കാരണം കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെയും കൃഷ്ണഭക്തിയിൽ കൊണ്ടുവരണം. കൊച്ചുനാൾ തൊട്ടേ നമുക്ക് പണ്ടത്തെ കാലത്തൊക്കെ കേട്ടിട്ടുണ്ട്, വൈകുന്നേരം 6 മണിയാകുമ്പോൾ വിളക്ക് കത്തിച്ച് രാമനാം ജപിച്ചാൽ വൈകുന്നേരം ഭക്ഷണം കൊടുക്കത്തില്ല. ഇപ്പൊ നമ്മൾ വീട്ടിനകത്ത് പോയാൽ TV ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്, പ്രത്യേകിച്ച് റൂം ഉണ്ടാവും, എല്ലാத்துக்கும் ഒരു മൊബൈൽ ഉണ്ടാവും. ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിന്റെ ചിന്തയും പോവും. വീട്ടിനകത്ത് എപ്പോഴും അടിയും ബഹളം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. ഇപ്പൊ നമ്മളെ ഈ വീട്ടിന്റെ പേരെന്താണ്? അമ്മയുടെ വീട്ടിന്റെ പേര് ലക്ഷ്മി നിവാസ്. വീട്ടിൽ എപ്പോഴും പൈസ ഉണ്ടാവോ എപ്പോഴും? അല്ല, ഞാൻ പറയുന്നത് ചുമ്മാ എക്സാമ്പിൾ പറഞ്ഞാണ്. ചില ആൾക്കാർ ലക്ഷ്മി ഇല്ല, പക്ഷെ വീട്ടിനകത്ത് പോയ ദാരിദ്ര്യം ഉണ്ടാകും. ചില ആൾക്കാർ വീട്ടിൽ ശാന്തി ഭവനം വയ്ക്കും, പക്ഷെ വീട്ടിൽ എപ്പോഴും അടിയും ബഹളം മാത്രമേ ഉണ്ടാകും. ചില ആൾക്കാർ ഐശ്വര്യം പറയും, പക്ഷെ വീട്ടിനകത്ത് ഒന്നും കാണത്തില്ല. ഇങ്ങനെ നമ്മൾ ഓരോ വീട് കെട്ടി അത് ഭംഗിയായിട്ട് പേര് വെക്കും, പക്ഷെ യഥാർത്ഥ അകത്ത് സന്തോഷം സമാധാനം കിട്ടത്തില്ല. അതുപോലെ തന്നെ ഈ ലോകത്തെ ഭഗവാൻ ഉണ്ടാക്കിയിട്ട് ഈ ലോകത്തിന്റെ പേരെന്ത്? ദുഃഖാലയം അശാശ്വതം. ആർക്കും സന്തോഷം സമാധാനം കിട്ടത്തില്ല. ഈ ലോകത്തെ സന്തോഷം പറയുന്നത് ചുമ്മാ ഒരു അല്പ സമയമാണ്. ഒരു വ്യക്തിയെ പിടിച്ച് വെള്ളത്തിനകത്ത് മുക്കിയ ഭയങ്കര ശ്വാസം മുട്ടും. ഒരു 2 സെക്കൻഡ് പുറത്തെടുക്കുമ്പോൾ എത്രയാണ് ഒരു ആശ്വാസം. അതാണ് സന്തോഷം പറയുന്നത്. ഈ ലോകത്ത് യഥാർത്ഥ സന്തോഷം കിട്ടത്തേ അല്ല. നമ്മൾക്ക് യഥാർത്ഥ സന്തോഷം ആണെങ്കിൽ ഭഗവാന്റെ ലോകത്ത് പോയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ബൈബിൾ വായിച്ച യേശു ക്രിസ്തു പറയാറുണ്ട് എന്റെ പിതായുടെ ലോകത്ത് പോവാൻ. നബികൾ ഖുർആനിൽ പറയാറുണ്ട് അല്ലാഹുടെ ലോകത്ത് പോവാൻ. കൃഷ്ണൻ ഭഗവത്ഗീത പറഞ്ഞത് എന്റെ ലോകത്ത് പോകാൻ. അപ്പൊ യഥാർത്ഥത്തില് ഈ ലോകം ദുഃഖാലയമാണ്, ടെമ്പററിയാണ്. നമ്മുടെ കൂടെ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കള്, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ആരായാലും കൂടിപ്പോയാൽ 35 വർഷം 40 വർഷം കൂടെ ഉണ്ടാവും. പിന്നെ എല്ലാവരും തണിച്ച് ഒരു വർഷം തിരിച്ചു പോകും. അവസാനം കൂടുതലുള്ളത് കൃഷ്ണൻ മാത്രമേ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇപ്പോഴേ ദിവസം നാമം ജപിക്കണം. നല്ലതാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെയൊക്കെ വിളിച്ചിട്ട് തോന്നുന്നത്. ദിവസം നാമം. വെജിറ്റേറിയൻ ആണോ? നിങ്ങള് നല്ലതാണ്. കാരണം വെച്ചാൽ നമ്മൾ വെജിറ്റേറിയൻ നോൺ വെജ് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ പാവം കൂടെ തിരിച്ചു. കാരണം നമുക്ക് പല്ല് കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ പല്ല് എങ്ങനെയാണ്? ഒരേപോലെ ഉണ്ടാവും. പശുവിടെ പല്ല് കണ്ടിട്ടുണ്ടോ? പശു, മാന്, കുതിര, മുയല്, ഇതുപോലെ സാധുജീവികളെല്ലാം ഒരേപോലെ പല്ലുകളാണ്. ഇതൊക്കെ നോൺ വെജ് അല്ല, വെജിറ്റേറിയൻ. ഇപ്പൊ നമ്മൾ വെള്ളം എങ്ങനെ കുടിക്കുന്നുണ്ട്? ഇപ്പൊ കുഞ്ഞിക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. കുഞ്ഞു എങ്ങനെ വെള്ളം കുടിക്കും? നീ എങ്ങനെ വെള്ളം കുടിക്കും? ഉറിഞ്ചു കുടിക്കും. ഓക്കെ. പശു എങ്ങനെ കുടിക്കും? കുതിര, മുയല്, മാൻ, ഇതെല്ലാം
സിപ്പ് ചെയ്താണ് കുടിക്കുന്നത്. പട്ടി, കടുവ, സിംഹം ഇതൊക്കെ എങ്ങനെ കുടിക്കും? നക്കി കുടിക്കും. അവരുടെ പല്ലൊക്കെ എങ്ങനെയാണ്? കൂർത്ത പല്ലാണ്. ഇപ്പൊ അവർ ഒരു மிருகத்தை இப்போ ஒரு சிங்கம் ஒரு கடுவையை சாரி ஒரு சிங்கம் ஒரு பசுவனை கடிக்கும்போதைக்கு கடிக்கும், அப்படியே விழுங்கும், மீன் கடிக்கும் விழுங்கும். நம்மளை போய் டேஸ்ட் நோக்கத்தில்லை. நம்மளாണെങ്കിൽ கடையில் போய் சிக்கன் மேடிச்சு அதை கொண்டு வந்து வீட்டில் வச்சு கழுவி அதில் எண்ணெயில் விட்டு கடுகு மஞ்சப்பொடி எல்லாம் இட்டுட்டு ടേസ്റ്റാണ് ശേഷം നമുക്ക് കഴിക്കാൻ തരും. പക്ഷെ അവർ അങ്ങനെയല്ല. അപ്പൊ അവർക്കുള്ള ഫുഡാണ് നോൺ വെജ്. ഒരു സിംഹം ഒരു മാടിനെ അടിച്ചു കൊണ്ടാൽ അതൊക്കെ പാവമല്ല. പക്ഷെ നമ്മളെപ്പോലെ വ്യക്തികൾ വേറൊരു ജീവിയെ അടിച്ചു കൊള്ളുമ്പോഴേക്ക് അതിന്റെ പാവം കൂടെ നമുക്ക് കിട്ടും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചെടുക്കണം. അത് മാത്രമല്ല, നമ്മൾ എന്താണോ കഴിക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ക്യാരക്ടർ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോ ഈ കുഞ്ഞിട്ടനാണ് ഇപ്പോൾ ഒരു പാൽപേട കൊടുക്കുന്നത്, സ്വീറ്റ് ആയിട്ടുള്ള. അപ്പൊ അതിക്ക് വെള്ളം ദാഹിക്കും. അപ്പൊ അമ്മയുടെ ചോദിക്കും, അമ്മ വെള്ളം കൊണ്ടുപോകണം. അമ്മ അഥവാ കൊണ്ടുപോകാൻ സമയമായാലും അമ്മ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറയും. അതേസമയം പച്ചമുളക് കടിച്ച് അപ്പൊ വെള്ളം ദാഹിക്കൊണ്ട്. അപ്പൊ എങ്ങനെ ചോദിക്കും? അതിന്റെ റിയാക്ഷൻ മാറും, പെട്ടെന്ന് ദേഷ്യപ്പെടും, ബഹളം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ സാധുവായിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമുക്കുള്ളത് ഫ്രൂട്ട്സ്, പച്ചക്കറികൾ ഇതൊക്കെ ഉണ്ട്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഗുണങ്ങൾ അതനുസരിച്ച് സോഫ്റ്റ് ആയിട്ട് പോകും. നോൺ വെജ് കഴിക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഗുണങ്ങളൊക്കെ മാറും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. പ്രത്യേകിച്ച് കലിയുഗം പറയുന്നത് ഭഗവാന്റെ നാമം ജപിക്കാനുള്ള ഓരോ യുഗത്തും ഓരോ ധർമ്മമുണ്ട്. കലിയുഗത്ത് ഭഗവാന്റെ നാമം ജപിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാത്തിനും 2 ശരീരമാണ്. ഒന്ന് സ്ഥൂല ശരീരം നശിച്ചു പോണതും, ഇനി സൂക്ഷ്മ ശരീരം. അതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഈ സൂക്ഷ്മ ശരീരം എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരമാണ്. മനസ്സിന് വേണ്ടി ദിവസം എന്ത് ചെയ്യണം? നാമം ജപിക്കണം. ബുദ്ധിക്ക് വേണ്ടി ദിവസം ഗ്രന്ഥപാരായണം ചെയ്യണം. അഹങ്കാരം മാറാനായിട്ട് ഏതെങ്കിലും കൃഷ്ണന്റെ അമ്പലത്തിൽ പോയി നമ്മൾ സേവനം ചെയ്യണം. തൂക്കാനോ, തുടയ്ക്കാനോ, പാത്രങ്ങൾ വാഷ് ചെയ്യാനോ, ഇല്ല അവിടെയുള്ള ഭക്തന്മാർക്ക് എന്തെങ്കിലും വിളമ്പി കൊടുക്കാനോ, ഇതൊക്കെ ചെയ്യുമ്പോൾ വലിയ വലിയ സേവനങ്ങളാണ്. അതൊക്കെ ഭഗവാൻ വലിയ രീതിയിൽ എടുത്തും അതനുസരിച്ച് നമുക്കുള്ള അനുഗ്രഹമൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ മുടങ്ങാതെ എവിടെ പോയാലും നാമജപം, ഗ്രന്ഥപാരായണം, ഭഗവാന്റെ സേവനം, ഇതൊക്കെ മുടങ്ങാതെ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. താങ്ക് യു ബ്രോ.